ഹായ് ഓൾ, എല്ലാവർക്കും നമസ്കാരം. കോപ്പറേറ്റീവ് ഹെൽപ്പറിന്റെ പുതിയൊരു വീഡിയോ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പൊ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് GK ഒരു ടോപ്പിക്കാണ്. ഓക്കെ, ഭരണഘടന, കോൺസ്റ്റിറ്റ്യൂഷൻ വളരെ പ്രധാനപ്പെട്ടതാണ്. നമുക്ക് സിലബസ് പ്രകാരം തന്നെ പഠിക്കേണ്ടതുമായിട്ടുള്ള ടോപ്പിക്കാണ് അല്ലെ, ഇന്ത്യൻ ഭരണഘടന. ഇന്ന് നമ്മൾ ഇന്ത്യൻ ഭരണഘടനയെ കുറിച്ചുള്ള ഇപ്പൊ ഭരണഘടന, അതായത് കോൺസ്റ്റിറ്റ്യൂഷന്റെ ചില ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്നത്. ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യങ്ങൾ മാത്രമേ ഞാൻ പറയുന്നുള്ളൂ. നിങ്ങൾ ഈ പോയിന്റ്സ് എങ്കിലും പഠിച്ചിട്ടേ പരീക്ഷയ്ക്ക് പോകാവുള്ളൂ. ഇപ്പോൾ നമുക്ക് അതൊരു ക്വസ്റ്റ്യൻ പരിചയപ്പെടാം. ഒരു നമ്മളോട് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആണ്, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതാണ്? എന്താണ് ജനാധിപത്യം എന്ന് പറയുന്നതാണ്? ജനത്തിന് ആധിപത്യം അല്ലെ, എല്ലാ കാര്യങ്ങളും ജനങ്ങളാലാണ് ചെയ്യുക, അതാണ് ജനാധിപത്യം. ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഏതെന്നാണ് ചോദ്യം. ഓപ്ഷൻ എയിൽ പറയുന്നു ഇന്ത്യ, ഓപ്ഷൻ ബിയിൽ പറയുന്നു ബ്രിട്ടൻ, ഓപ്ഷൻ സിയിൽ പറയുന്നു ഗ്രീസ്, ഓപ്ഷൻ ഡിയിൽ പറയുന്നു അമേരിക്ക. അപ്പൊ ഈ കോൺസ്റ്റിറ്റ്യൂഷനുമായിട്ടുള്ള ജനാധിപത്യപരമായിട്ട് ഒരുപാട് റിലേഷൻ ഉള്ള രാജ്യങ്ങളാണ് ഇതാണ് പറയുന്നത്. ഇന്ത്യ, ബ്രിട്ടൻ, ഗ്രീസ്, അമേരിക്ക. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാ പറയുക? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയാണ് അല്ലെ. നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ രാജ്യമാണ് ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം. അപ്പം നമുക്ക് അങ്ങനെയെങ്കിൽ ഇതുമായി ബന്ധപ്പെട്ട കുറച്ച് അഡീഷണൽ കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്തു പോവാം. ഓക്കെ, ഇപ്പൊ ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം ഇന്ത്യയാണെന്ന് മനസ്സിലായി. അങ്ങനെയെങ്കിൽ ചോദിക്കാം, ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ഏതാണ് അല്ലെ? എന്താണ് ക്വസ്റ്റ്യൻ? നോട്ട് ചെയ്ത് പോകണം കേട്ടോ. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് ഏതാണ്? ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നത് ഓർത്ത് വെച്ചുക ബ്രിട്ടൻ ആണ് കേട്ടോ. ആധുനിക ജനാധിപത്യത്തിന്റെ നാട് എന്ന് ചോദിച്ചാൽ അത് ബ്രിട്ടൻ ആണ്. ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമാണെന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. അങ്ങനെയെങ്കിൽ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഏതാണ്? അതാണ് ഗ്രീസ്. ഓർത്ത് വെച്ചേക്കുക മക്കളെ, ഓർത്ത് വെച്ചേക്കുക. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള കേട്ടോ, ഓർത്ത് വെക്കണം, വളരെ പ്രധാനപ്പെട്ടതാണ്. ഒരുപാട് തവണ നമുക്ക് ചോദിച്ചു കാണുന്നതാണ്. ഇപ്പൊ കേരള PSC ഒക്കെ ആണെങ്കിൽ ഒരുപാട് തവണ ചോദിച്ചിട്ടുണ്ട്. അപ്പൊ ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം അല്ലെ, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള, ഓർത്ത് വെച്ചുക, പഴക്കമുള്ള ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഏതാണ്? ഓർത്ത് വെച്ചുക, അത് ഗ്രീസ് ആണ്. ഓക്കെ, ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം എന്ന് പറയുന്നത് ഗ്രീസ് ആണ്. ഇനി ചോദിച്ചോട്ടെ, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏത് തന്നെയാണ്? ഗ്രീസ് ആണ്. അതൊന്ന് നോട്ട് ചെയ്തേക്കുക, ബേസിക് ആയിട്ടുള്ള കാര്യമാണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ അല്ലെ, ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിക്കപ്പെടുന്ന രാജ്യവും ഗ്രീസ് തന്നെയാണ്. നമ്മൾ പഠിച്ച കാര്യങ്ങൾ ഏതൊക്കെയാണ്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നത് ബ്രിട്ടനാണ് അല്ലെ. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഏതാണ്? അത് ഗ്രീസ് ആണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? അതും ഗ്രീസ് ആണ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള റിട്ടൺ അല്ലെ, ലോകത്തെ ഏറ്റവും വലിയ ലിഖിത, ഓർത്ത് വെച്ചേക്ക, ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാന്ന് ചോദിച്ചാൽ അത് ഇന്ത്യയാണ്. ലിഖിത ഭരണഘടനയുള്ള രാജ്യം, ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. എന്നാൽ ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? വളരെ പ്രധാനപ്പെട്ടതാണ്. അതും നമുക്ക് ഒരുപാട് തവണ നമ്മൾ ചോദിച്ചു കണ്ടിട്ടുള്ളതാണ് അല്ലെ. ഇപ്പൊ കേരള PSC ആണെങ്കിലും CSEB ഒക്കെ ചോദിച്ചിട്ടുണ്ട്. ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം, ലോകത്തെ ഏറ്റവും ചെറുത് കേട്ടോ, ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. ക്ലിയർ അല്ലേ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ, ഇത്രയും പോയിന്റ്സ് പറഞ്ഞ് എന്തൊക്കെയാണ് ഞാൻ പറഞ്ഞത്? ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയാണ് അല്ലെ. ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്ന ഏതാണ്? ഓർത്ത് വെച്ചേക്ക്, അത് ബ്രിട്ടൻ ആണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഏതാണ്? അത് ഗ്രീസ് ആണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? അതും ഗ്രീസ് ആണ്. ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് ഇന്ത്യയാണ്. അങ്ങനെയെങ്കിൽ ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. ക്ലിയർ അല്ലേ? ഒന്നുകൂടെ പറയണോ? എന്റെ ഒപ്പം പറഞ്ഞേ, ലോകത്തെ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യം അത് ഇന്ത്യയാണ്. ആധുനിക ജനാധിപത്യത്തിന്റെ നാടെന്നറിയപ്പെടുന്നത് ബ്രിട്ടൻ ആണ്. ലോകത്തെ ഏറ്റവും പഴക്കമുള്ള ജനാധിപത്യ രാജ്യം ഏതാണ്? അത് ഗ്രീസ് ആണ്. ജനാധിപത്യത്തിന്റെ കളിത്തൊട്ടിൽ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന രാജ്യം ഏതാണ്? അതും ഗ്രീസ് തന്നെയാണ്. എങ്കിൽ ലോകത്തെ ഏറ്റവും വലിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം അത് ഇന്ത്യയാണ്. ലോകത്തെ ഏറ്റവും ചെറിയ ലിഖിത ഭരണഘടനയുള്ള രാജ്യം ഏതാണ്? അത് അമേരിക്കയാണ്. ക്ലിയർ അല്ലേ?
ഇനി നമുക്ക് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ, പ്രധാനപ്പെട്ട രാജ്യങ്ങൾ, എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള പ്രധാനപ്പെട്ട രാജ്യങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ചർച്ച ചെയ്തു പോകാം അല്ലെ. അതോടെ പോയേക്കാം, നമുക്ക് എല്ലാ കാര്യങ്ങളും ഒന്ന് നോട്ട് ചെയ്തു പോകും. അപ്പൊ എഴുതപ്പെട്ട ഭരണഘടനയുള്ള കേട്ടോ, എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ പ്രധാനപ്പെട്ടതൊക്കെ നോക്കാം. ആദ്യം വരുന്നതാണ് ഇന്ത്യ തന്നെയാണ് അല്ലെ. ഇന്ത്യ വരുന്നുണ്ട്. രണ്ടാമത് വരുന്നത് മക്കളെ അമേരിക്കയാണ് കേട്ടോ. അമേരിക്കയാണെന്ന് ഓർത്ത് വെച്ചേക്കുക. പിന്നെ ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഓർത്ത് വെച്ചേക്കുക. ഇന്ത്യ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, പിന്നെ ദക്ഷിണാഫ്രിക്ക അല്ലെങ്കിൽ സൗത്ത് ആഫ്രിക്ക ഒക്കെ എന്നാണ് എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ്. എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങൾ വരുന്ന ഏതൊക്കെയാണ്? ബ്രിട്ടനാണ് അല്ലെ. ബ്രിട്ടൻ വരുന്നുണ്ട്. പിന്നെ ഇത് വരുന്നുണ്ട് ഇസ്രായേൽ വരുന്നുണ്ട് കേട്ടോ. ബ്രിട്ടൻ, ഇസ്രായേൽ, ന്യൂസിലാൻഡ് ഒക്കെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യമാണ്. ജസ്റ്റ് ഓർത്ത് വെച്ചാൽ മതി. ഇന്ത്യ, അമേരിക്ക നിങ്ങൾ ജസ്റ്റ് മനസ്സിൽ ഓർത്താൽ മതി കേട്ടോ. ഇന്ത്യ, അമേരിക്കൻ എന്താ പറയുക, ഇന്ത്യൻ, അമേരിക്ക, ഓസ്ട്രേലിയ, ബ്രസീൽ, ദക്ഷിണാഫ്രിക്ക ഒക്കെ എന്താണ്, അതൊക്കെ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യങ്ങൾ. ബ്രിട്ടൻ, ഇസ്രായേൽ, ഫ്രാൻസ്, ന്യൂസിലാൻഡ് തുടങ്ങിയ രാജ്യങ്ങളൊക്കെ എഴുതപ്പെടാത്ത ഭരണഘടനയുള്ള രാജ്യങ്ങളുമാണെന്ന് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക. ഇത്തരം കാര്യങ്ങൾ ഒന്ന് മനസ്സിലാക്കുക. കാണാതെ പഠിക്കേണ്ട, ഒന്ന് കേട്ടിരുന്നാലും മതി കേട്ടോ. ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാമല്ലോ. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, ഇതാണ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങളിലേക്ക് നമുക്ക് പോകാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ. അപ്പം ആദ്യം തന്നെ ഈ ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാണെന്ന് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ഒരുപാട് ഡീറ്റെയിൽ ആയിട്ട് പോകേണ്ട കാര്യമില്ല, ബേസ് മാത്രം പഠിച്ചു പോകാം. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാന്ന് ചോദിച്ചാൽ അത് എം.എൻ. റോയി ആണ് കേട്ടോ. ആരാണ് മക്കളെ? അത് എം.എൻ. റോയി ആണ്. വർഷം 1934 ഓർത്ത് വെച്ച്. ഓക്കെ, എം.എൻ. റോയിയെ കുറിച്ചൊക്കെ നമുക്ക് വേണമെങ്കിൽ പഠിക്കാം, പക്ഷെ അതിനൊന്നും ആവശ്യമില്ല. പ്രധാനപ്പെട്ട പോയിന്റ് മാത്രം പഠിച്ചു പോവാ. ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് എം.എൻ. റോയി 1934 അതൊരു പത്രത്തിലൂടെയാണ് കേട്ടോ. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിൽ കൂടെയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിക്കുക. ദ ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് അദ്ദേഹം ഈ ആവശ്യം ഉന്നയിക്കുന്നത്. ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടതാണ് എം.എൻ. റോയി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക അല്ലെ. എം.എൻ. റോയി ആണെന്ന് ഓർത്ത് വെച്ചേക്കുക. 1934 ഇന്ത്യൻ പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഈ ഒരു ആവശ്യം മുൻപോട്ട് വെച്ചത്. പിന്നെ ഉണ്ട് ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ എം.എൻ. റോയിയെ PSCയിലേക്കൊക്കെ പഠിച്ചാൽ മതി കേട്ടോ. ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എന്നൊക്കെ നമ്മൾ എം.എൻ. റോയിയെ വിശേഷിപ്പിക്കാറുണ്ട്. അത് ഇപ്പൊ നമ്മൾ നിങ്ങൾ എന്ത് ചെയ്താൽ മതി, PSC ഒക്കെ നോക്കുന്നതിന് പഠിച്ചാൽ മതി. ഇപ്പൊ CSEBക്ക് അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും പഠിക്കേണ്ട കാര്യമില്ല. ജനകീയാസൂത്രണത്തിന്റെ പിതാവെന്ന് എം.എൻ. റോയിയെ വിശേഷിപ്പിക്കാറുണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു എം.എൻ. റോയി അദ്ദേഹം പാട്രിയോട്ട് എന്ന് പറയുന്ന പത്രത്തിലൂടെയാണ് ഈ ആവശ്യം ഉന്നയിക്കുന്നത്. പിന്നെ പറയും ജനകീയാസൂത്രണത്തിന്റെ പിതാവെന്ന് എം.എൻ. റോയി വിശേഷിപ്പിക്കാറുണ്ട് കേട്ടോ. ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക, ജനകീയാസൂത്രണം. ഓക്കെ, ജനകീയാസൂത്രണത്തിന്റെ പിതാവ് എന്ന് അദ്ദേഹത്തെ വിശേഷിപ്പിക്കാറുണ്ട്. പിന്നെ പീപ്പിൾസ് പ്ലാൻ ഉണ്ട് കേട്ടോ. 1944 1944 പീപ്പിൾസ് പ്ലാൻ എന്നാണ് മുൻപോട്ട് വെച്ച വ്യക്തി ആര് തന്നെയാണ്? എം.എൻ. റോയി ആണ്. പീപ്പിൾസ് പ്ലാൻ കേട്ടോ. ഓക്കെ, പിന്നെ കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരൻ, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ, ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന് പറയുന്ന ബുക്കിന്റെ ഗ്രന്ഥകർത്താവ്. അപ്പൊ അങ്ങനെ കുറെ അധികം വിശേഷങ്ങൾ എം.എൻ. റോയിയെ കുറിച്ചുണ്ട്. നിങ്ങൾ പ്രധാനപ്പെട്ടതായിട്ട് പഠിക്കേണ്ടത് ഇന്ത്യക്ക് ഭരണഘടന വേണം, ഇന്ത്യക്ക് ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ടത് ആരാന്ന് മാത്രം CSEBക്കാർ പഠിച്ചാൽ മതി. ബാക്കിയൊക്കെ PSCക്കാർ പഠിക്കേണ്ട കാര്യമാണ് കേട്ടോ. ഇന്ത്യൻ പാർട്ടിയോട് ജസ്റ്റ് പഠിച്ചു വെച്ചേക്കുക. പിന്നെ ജനകീയാസൂത്രണത്തിന്റെ പിതാവ്, 1944 പീപ്പിൾസ് പ്ലാൻ കേട്ടോ. പീപ്പിൾസ് പ്ലാൻ മുൻപോട്ട് വെച്ച വ്യക്തിയാണ്, അത് എം.എൻ. റോയി ആണ്. കമ്മ്യൂണിസ്റ്റ് ഇന്റർനാഷണൽ അംഗമായ ആദ്യ ഇന്ത്യക്കാരനാരാണ്? അതും എം.എൻ. റോയി ആണ്. പിന്നെ ഉണ്ട് ഇപ്പൊ PSCക്കൊക്കെ ഒരുപാട് തവണ ചോദിച്ചൊരു ക്വസ്റ്റൻ ആണ്, റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ. ഇതാണ് റാഡിക്കൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ സ്ഥാപകൻ എം.എൻ. റോയി ആണ്. പിന്നെ ഇന്ത്യ ഇൻ ട്രാൻസിഷൻ എന്ന ഗ്രന്ഥം, അതും അതിന്റെ ഗ്രന്ഥകർത്താവാരാണ്? അതും എം.എൻ. റോയി ആണ്. ഓക്കെ, നമ്മൾ അതിലേക്ക് പോകണ്ട, നിങ്ങൾ പഠിക്കുക. എം.എൻ. റോയി വ്യക്തി ആരെന്ന് വെച്ചാൽ എം.എൻ. റോയി ആണ്. ദ പാട്രിയോട്ട് എന്നുള്ള പത്രത്തിലൂടെയാണ് ഈ ആവശ്യം മുൻപോട്ട് വെക്കുന്നത്. 1934 ഇത്തരം കാര്യങ്ങളാണ് CSEB ആസ്പിറൻസ് പഠിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? പിന്നെ നമുക്ക് പഠിക്കേണ്ട മറ്റൊരു വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ആണ്, ഇന്ത്യക്ക് സ്വന്തമായി ഒരു ഭരണഘടന വേണമെന്ന് ആവശ്യപ്പെട്ട പാർട്ടിയുടെ പേര് പഠിക്കണം. ആവശ്യപ്പെട്ട വ്യക്തിയാണ് എം.എൻ. റോയി എങ്കിൽ ആവശ്യപ്പെട്ട പാർട്ടി ഏതാണ് പഠിക്കണം. ഏത് പാർട്ടിയാണ്? സ്വരാജ് പാർട്ടിയാണ്. ഓർത്ത് വെച്ചേക്കുക, പാർട്ടിയുടെ പേരാണ് സ്വരാജ് പാർട്ടി. വർഷം കൂടെ ഓർത്ത് വെച്ചേക്കുക, 1935 കേട്ടോ.
ഓക്കെ, 1935 ഇന്ത്യക്ക് സ്വന്തമായ ഒരു ഭരണഘടന വേണമെന്ന ആവശ്യപ്പെട്ട പാർട്ടി അല്ലെങ്കിൽ ആവശ്യം മുൻപോട്ട് വെച്ച പാർട്ടിയാണെന്ന് ചോദിച്ചാൽ ഓർത്ത് വെച്ചുക, അത് സ്വരാജ് പാർട്ടിയാണ്. സ്വരാജ് പാർട്ടി. ക്ലിയർ അല്ലേ? ക്ലിയർ? ഓക്കെ അല്ലേ? ഇനിയും അടുത്തൊരു പോയിന്റ്, ഇതുമായി ബന്ധപ്പെട്ട് ഇച്ചിരി ബോറിംഗ് സബ്ജക്റ്റ് ആണ് ഇന്ത്യൻ ഭരണഘടന എന്ന് പറയുന്നത്. നമ്മൾ ആ ഒരു കാര്യം മനസ്സിലാക്കിക്കൊണ്ട് തന്നെ പഠിക്കുക. അത് ബോറാണ്, പഠിക്കാൻ ബുദ്ധിമുട്ടാണ്, മറന്നു പോവുകയൊക്കെ ചെയ്യും. പക്ഷേ ആവശ്യകത നമ്മുടെ ആയതുകൊണ്ട് നമ്മൾ എത്ര കഷ്ടപ്പെട്ടും പഠിച്ചെടുക്കുക എന്നുള്ളതാണ് നമ്മുടെ എന്താ പറയുക ആവശ്യമല്ല, നമ്മുടെ എന്താ പറയുക, അത് നമ്മൾ ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, അടുത്ത പോയിന്റ് ആണ്, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC യോഗം കൂടെ ഒന്ന് പഠിക്കണം. ക്ലിയർ അല്ലേ? എന്താ പറയുക, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ കേട്ടോ, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആശയം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC യോഗം ഏതാണെന്ന് നമ്മൾ അറിഞ്ഞിരിക്കണം. INC യോഗം ഓർത്ത് വെച്ചേക്ക്, അത് ബോംബെ സമ്മേളനത്തിലാണ് കേട്ടോ. ഓക്കെ, ബോംബെ സമ്മേളനത്തിലാണെന്ന് ഓർത്ത് വെച്ചേക്ക്, അത് 1935 തന്നെയാണ്. ഓക്കെ, ഓർത്ത് വെച്ചേക്ക, ഇന്ത്യക്ക് ഒരു ഭരണഘടനാ നിർമ്മാണ സഭ എന്ന ആവശ്യം ആദ്യമായി ചർച്ച ചെയ്യപ്പെട്ട INC ഇന്റർനാഷണൽ കോൺഗ്രസ് അല്ലെങ്കിൽ INC യോഗം, അത് ബോംബെ സമ്മേളനമാണ് 1935 ഓർത്ത് വെച്ചേക്ക. അന്നത്തെ ആ ഒരു സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ആരാന്ന് ചോദിച്ചാൽ ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അല്ലെ. ഡോക്ടർ രാജേന്ദ്ര പ്രസാദ് ആണ് അതിന്റെ അധ്യക്ഷൻ എന്ന് ഓർത്ത് വെച്ചേക്ക. ക്ലിയർ ആണെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, പിന്നെ ഈ ആവശ്യം മുൻപോട്ട് വെച്ച് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് സമ്മേളനം, അത് ഫൈസാപൂർ ആണ്. അത് നിങ്ങൾ പഠിക്കണ്ട, അത് നമ്മുടെ PSCക്കാർ മാത്രം പഠിച്ചാൽ മതി. ഓക്കെ, ഇനിയും വളരെ പ്രധാനപ്പെട്ട മറ്റു കുറച്ച് കാര്യങ്ങളുണ്ട്. എന്നാൽ ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവാണെന്ന് ചോദിക്കാം. ഓക്കെ, ഇച്ചിരി എന്താ ഒന്ന് കേട്ടിരിക്കുക. ലോകത്തിലെ ആദ്യത്തെ നിയമനിർമ്മാതാവാരെന്ന് വെച്ചാൽ ഹമ്മുറാബിയാണ് കേട്ടോ. ഹമ്മുറാബി. ഓക്കെ, ലോകത്തെ ആദ്യത്തെ നിയമനിർമ്മാതാവ് അത് ഹമ്മുറാബിയാണ്. ഇന്ത്യയിലെ ആദ്യത്തെ നിർമ്മാതാവ് വരാന്ന് ചോദിച്ചാൽ അത് നമ്മൾ മനസ്സിലാക്കുക. ഇന്ത്യയിലെ, അത് ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചേക്കുക, ഇന്ത്യയിലെ ആദ്യത്തെ നിയമനിർമ്മാതാവ് ആരാന്ന് ചോദിച്ചാൽ അത് മനുവാണ് അല്ലെ. മനുവാണ്. അതുകൊണ്ട് തന്നെ ആധുനിക മനു എന്നറിയപ്പെടുന്ന, മോഡേൺ മനു അല്ലെങ്കിൽ ആധുനിക മനു എന്നറിയപ്പെടുന്ന ആരാണ്? ആധുനിക മനു എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ് കേട്ടോ. BR അംബേദ്കർ ആണെന്ന് ഓർത്ത് വെക്കുക. മോഡേൺ മനു അല്ലെങ്കിൽ ആധുനിക മനു എന്നറിയപ്പെടുന്നത് BR അംബേദ്കർ ആണ്. ക്ലിയർ അല്ലേ? ക്ലിയർ അല്ലേ? ഓർത്ത് വെച്ചു. ഇത്രയും കാര്യങ്ങൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ബാക്കി കാര്യങ്ങൾ നമുക്ക് വരും ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയും കാര്യം നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ വിചാരിക്കുന്നു. കുറേ ഡെയിലി ഒരു 20 മിനിറ്റൊക്കെ ക്ലാസ്സസ് നമുക്ക് എടുത്ത് GK ക്ലാസ്സസ് എടുത്തിടാം. നിങ്ങൾ അത് വളരെ കാര്യമായിട്ട് തന്നെ കണ്ട് പഠിച്ച് മനസ്സിലാക്കി വെക്കുക. ഓക്കെ, ബാക്കി കാര്യങ്ങൾ അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.